ഡ്രസ്സിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു എംബ്രോയ്ഡറി ഡിസൈനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 2 ത്രെഡ്സാണ് എടുത്തിട്ടുള്ളത്. ക്രോഷേ ത്രെഡാണിത്. പിന്നെ നമുക്കിത് തുന്നാൻ വേണ്ടിയിട്ട് എംബ്രോയ്ഡറി നീഡിൽ വേണം. അതുപോലെ തന്നെ ഈ കളറുള്ളൊരു ബീഡ്സും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതിലൊരു റഫായിട്ട് ഇങ്ങനെ നെക്കൊക്കെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഇതേപോലെ ഒരു കട്ടിയുള്ള പേപ്പറിൽ, ചാർട്ട് പേപ്പറിൽ എന്തെങ്കിലും 1 ഇഞ്ച് നീളം വീതിയിലുള്ളൊരു ചതുരം നമ്മൾ വരച്ചെടുക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തല്ല, നമ്മൾ ജസ്റ്റ് കൈയിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഒരു ലൈന് വരച്ചു കൊടുക്കുക. അത് നമുക്ക് ആ ഒരു പീസ് വെച്ച് വരക്കുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എത്ര ലൈൻസ് വേണോ അത്രയും ലൈൻസ് വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ലൈനാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഏകദേശം അതിൻ്റെ ആ ഒരു വ്യത്യാസം കണ്ടോ, 2 ലൈനിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഏകദേശം സെയിം ആണ്. ഇനി നമ്മൾ ഈ ഒരു ലൈനിൻ്റെ മേലെ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഡ്രസ്സിൻ്റെ ബാക്കിലാവുമ്പോൾ നമ്മളുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഭാഗം ഷോൾഡറിൻ്റെ അവിടെയായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഷോളൊക്കെ ഇടുന്നവരാണെങ്കിൽ നമുക്ക് ബാക്കിൽ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ കാണാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ വരച്ചിട്ടുള്ള 3 ലൈൻസിലും ഇതേപോലെ ഈ ഒരു ചതുരം വരച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ളൊരു സ്റ്റിച്ചാണ് നമ്മളതിൽ ചെയ്യാൻ പോകുന്നത്. നോർവിച്ച് സ്റ്റിച്ച് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതിൽ കണ്ടോ, താഴെ വേറൊരു ചതുരം, അതിന് മേലെ അതിങ്ങനെ ഒന്ന് ഫ്ലിപ്പായിട്ടുള്ള പോലെ അതിൻ്റെ മേലെ വേറൊരു ചതുരം വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്കിനി ഇതിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം റെഡ് കളർ കൊടുത്തു. ഇനി അടുത്തതിലൊരു ഒരു വയലറ്റ് കളർ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ത്രെഡ് 2 ലൈൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. താഴെ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാനിങ്ങനെ സൂചി കുത്തിയെടുത്തിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. ഇനി നമുക്കിതിന് ക്രോസായിട്ട് അടുത്ത സ്റ്റിച്ച് കൊടുക്കാം. കണ്ടോ, ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഒരു ക്രോസ് കൊടുത്തു. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് വീണ്ടും ഒന്നുകൂടെ കൊണ്ടുപോയിട്ട് നമുക്ക് തുന്നി കൊടുക്കാം. അതായത് ഫസ്റ്റ് എടുത്ത ലൈനിൻ്റെ വലത് ഭാഗത്ത് നിന്ന് ഒരു സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം. എടുത്ത് ഇനി എന്ത് ചെയ്യുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ലൈനിൽ കണ്ടോ ഇവിടെ കൊണ്ടുപോയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തു. അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ ആദ്യം അവിടെ കൊടുത്തു. ഇനി രണ്ടാമത്തെ ലൈനിൽ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ അതിൻ്റെ വലത് ഭാഗത്തു നിന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ രണ്ടാമത്തും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ നമ്മളിങ്ങനെ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ വരികയാണ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നാലാമത്തെ ലൈനും അതേപോലെ തന്നെ ചെയ്യുക. കണ്ടില്ലേ? ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ മുഴുവനായിട്ട് ആ സ്പേസ് കവറാവുന്നത് വരെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പിലത് കിട്ടുന്നതാണ്.
നമ്മൾ എവിടെയാണ് സ്റ്റിച്ച് കൊടുക്കുന്നതെന്ന് മറക്കാൻ മതി. ആദ്യം ഫസ്റ്റിൽ കൊടുത്തിട്ട് പിന്നെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും, രണ്ടാമത്തെ എവിടെയാണ് നമ്മൾ കൊടുത്തതെന്ന് മറന്നു പോകും. അപ്പോൾ അതിന് ശരിക്കും ഒന്ന് ഓർമ്മിച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ കണ്ട ഇങ്ങനെ നമുക്ക് ഈ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. താഴെ ഒരു ചതുരവും അതിൻ്റെ മേലെ വേറൊരു ചതുരം ഉള്ള പോലെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത വരച്ചു കൊടുത്തിട്ടുള്ളതിൽ റെഡ് കളർ പിന്നെ ബ്ലൂ കളർ അങ്ങനെ കൊടുക്കുക. നമ്മുടെ ഡിസൈനിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക്. പിന്നെ ഇതിൻ്റെ നടുക്ക് ഞാൻ പേൾ ബീഡ്സ് തുന്നി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കാണുന്ന ഗ്യാപ്പിൽ നമുക്ക് ചെറിയ ചെറിയ ബീഡ്സ് അല്ലെങ്കിൽ സീക്വൻസ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിത് ചെയ്തിട്ടുള്ളത് നമ്മളൊരു ഡ്രസ്സിൻ്റെ ബാക്ക് സൈഡിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നാണ്. അപ്പോൾ ഹിജാബ് ഇടുന്നവരൊക്കെ ആണെങ്കിലും ബാക്കിൽ ഇതിങ്ങനെ കാണും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.